പറഞ്ഞത്? ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഫോൺ വഴി സംസാരിച്ചാൽ ശരിയാകില്ല. അതാ നേരിട്ട് കണ്ട് സംസാരിക്കാമെന്ന് കരുതിയത്. അയ്യോ, കാര്യം അത്രയ്ക്ക് സീരിയസ് ആണോ? അതെ, നാളെ നടക്കാനിരിക്കുന്ന നമ്മുടെ കല്യാണം അത് നടക്കില്ല. അയ്യോ, അതെന്താ? കല്യാണ പെണ്ണ് ഇന്ന് രാത്രി അവളുടെ കാമുകന്റെ കൂടെ ഒളിച്ചോടി പോകും. കല്യാണ പെണ്ണ് ഞാനല്ലേ? ഞാൻ ഒളിച്ചോടാനോ? അയ്യോ, നിങ്ങൾ എന്ത് നുണയാ വിശാലി പറയുന്നത്? ദേ പെണ്ണെ, ഓവർ ആക്ടിങ് നിർത്തിക്കോ. ഞാൻ എല്ലാം അറിഞ്ഞു. 3 വർഷമായി ഒരുത്തനെ പ്രേമിച്ചിട്ട് അവസാനം എന്നെ കല്യാണം കഴിക്കുന്നോടി. അയ്യടാ, എനിക്ക് നിന്നെ കല്യാണം കഴിക്കാൻ മുട്ടി നിന്നിട്ടല്ല. നീയല്ലേ എന്നെ മതി എന്ന് പറഞ്ഞ് കല്യാണം ഇവിടം വരെയൊക്കെ ആക്കിയത്. അല്ലെങ്കിൽ തന്നെ ഇന്ന് രാത്രി ഒളിച്ചോടാനായിരുന്നു എന്റെ പ്ലാൻ. ആ വേഗം ഒളിച്ചോടിക്കോ, അത് തന്നെ എനിക്കും വേണ്ടത്. ഭൂമി, ഞാൻ നിന്റെ വീടിന്റെ പുറകിലുണ്ട്, അങ്ങോട്ടേക്ക് വാ. ആ, ഞാൻ ദേ വരുവാ. സൂര്യ, സൂര്യ. ഇങ്ങോട്ട് നോക്ക്. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, വാ വാ, ചാട്. അയ്യോ, മതില് ചാടാനോ? അല്ലടി, നമുക്ക് വേണ്ടി ഗേറ്റ് തുറന്നു തരും നിന്റെ വീട്ടുകാര്. ശരിക്കും? ഓ, ചാടു ഭൂമി. ഓടിക്കോടി. എടി ലച്ചു, നോക്കിക്കേ, കല്യാണ പെണ്ണാരാന്ന്. നമ്മുടെ വിശാല് കെട്ടാൻ പോകുന്നത് ഭുവികേനെയാടി. അത് തന്നെ. എന്നാലും ഇതെങ്ങനെ? ലച്ചു, ആരായി ഭുവിക? അതെല്ലാം വിശദമായി ഞാൻ പിന്നീട് പറഞ്ഞു തരാം. ഒരു വലിയ ഫ്ലാഷ് ബാക്ക് തന്നെ ഉണ്ട്. ഭുവി എന്താ എന്റെ മുഖത്തേക്ക് നോക്കാത്തത്? നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് ആരാണെന്ന് നിനക്ക് അറിയണ്ടേ? നീയാണോ ഭൂമിയെ കല്യാണം കഴിക്കാനിരുന്നത്? ഇല്ല, ഈ കല്യാണം നടക്കില്ല. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കാതെ എന്റെ ഭൂമി കാരണം നിന്റെ അച്ഛനും അമ്മയ്ക്കും തല കുനിക്കേണ്ടി വന്നു. ഇനി നീയും കൂടെ അവരെ നാടൻ കെടുത്തിയാൽ എങ്ങനെ ശരിയാകും? അപ്പോൾ എങ്ങനെയാ? കെട്ടട്ടെ ഈ താലി? എന്നെ ദ്രോഹിച്ച് മതിയാകാത്തത് കൊണ്ടാണോ ഇങ്ങനൊരു നാടകമായി വന്നത്? ഓ ഭൂവി, അതൊരു ദ്രോഹമായി കാണാതെ ജസ്റ്റ് ഫോർ ഫൺ. അല്ലെങ്കിൽ അതൊക്കെ വെറും ഒരു ടൈം പാസ്. പ്രായത്തിൻ്റെതായ ചെറിയ ചെറിയ എടുത്തുചാട്ടങ്ങൾ. ഞാൻ പണ്ടേ നിങ്ങൾക്ക് ടൈം പാസ് ആയിരുന്നല്ലോ. ഇപ്പോഴെന്തിനാ വന്നത്? എന്തിനാ എന്റെ ഭൂമിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്? അത് ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. നീയാണെന്ന് കരുതി സംഭവിച്ചതാ. നിനക്കൊരു ട്വിൻ സിസ്റ്റർ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ. നീയാണെങ്കിൽ അതൊന്നും എന്നോട് മുന്നേ പറഞ്ഞിട്ടുമില്ല. എത്രമാത്രം അന്വേഷിച്ചിട്ടാണ് നിന്നെ കണ്ടുപിടിച്ചതെന്നറിയാമോ നിനക്ക്?
വിടാൻ. അങ്ങനെ വിടാനല്ലല്ലോ ഇത്രയും കൊല്ലം നിന്നെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയത്. എനിക്കറിയാം നിനക്കിപ്പോൾ എന്നോട് വെറുപ്പം മാത്രമായിരിക്കുമെന്ന്. പക്ഷേ അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല. എനിക്ക് നിന്നെയായിരുന്നു വേണ്ടത്. എനിക്കത് കിട്ടുകയും ചെയ്തു. എനിക്ക് നിന്നെ ഇനിയും പ്രണയത്തിലാക്കാൻ കഴിയും ഭുവി. ഒരിക്കലും ഇല്ല. ഇനിയും ഞാൻ ആ തെറ്റ് ആവർത്തിക്കില്ല. നിനക്ക് എന്നോട് പ്രണയമാണോ അതോ വേറെന്തെങ്കിലുമോ? പ്രണയവുമാകാം, ചിലപ്പോ മറ്റു പലതുമാകാം. എനിക്ക് ഈ വിവാഹം നടന്നതിൽ സന്തോഷമുണ്ട്, അതേസമയം വിഷമവുമുണ്ട്. ദശമം ഞാൻ നിന്നെ കല്യാണം കഴിച്ചതിൽ. സന്തോഷം എന്തിനാണെന്ന് മനസ്സിലായില്ല. നിന്നെ പോലെ ഒരുത്തന്റെ ഭാര്യയാക്കാതെ എന്റെ ഭൂമി രക്ഷപ്പെട്ടതിൽ. ഞാനെന്താടി അത്രയ്ക്കും കൊള്ളില്ലാത്തവനാണോ? അതെ, ഇയാളെപ്പോലെ ഒരു വൃത്തികെട്ടവനെ ഞാൻ കണ്ടിട്ടില്ല. ഫ്രണ്ട് പറയുന്നത് കേട്ട് ഒരു പെണ്ണിനെ ചോദിച്ച് അവളുടെ കൂടെ കിടന്നത് ഷൂട്ട് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്താ പറഞ്ഞപ്പോ പൊള്ളിയോ? അപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വേദനയോ? പറഞ്ഞു പറ്റിക്കുമല്ലായിരുന്നു എന്നെ. അതിന് പരിഹാരമായി ഞാൻ തന്നെ അല്ലേടി നിന്നെ കിട്ടിയത്. അപ്പോൾ പരിഹാരം ചെയ്യാൻ വന്നതാണോ? ഞാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എനിക്കൊരു ലൈഫ് തരണമെന്ന്. ശരിയാണ്, നീ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ എനിക്ക് നിന്നെ വേണമായിരുന്നു. നിനക്കറിയാത്തതായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഭുവി. പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനോ നിന്റെ കൂടെ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല വിശാൽ. എനിക്ക് നീയില്ലാതെ പറ്റില്ലെങ്കിലോ? നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, പക്ഷെ ഇനി നിന്നെ ഞാൻ വിട്ട് കളയില്ല. ഇനി പറയും, ആരാണ് ഭുവിക? വിശാലുമായ ഭുവികയ്ക്ക് എന്താണ് ബന്ധം? ഭുവിക ഞങ്ങളുടെ ജൂനിയർ ആയിരുന്നു, എന്റെ റൂംമേറ്റ്. മോളെ, come on. എന്താ ചേട്ടാ? നിന്റെ പേരെന്താടി? കൃഷ്ണ. ഓൺലി കൃഷ്ണ? അല്ല, കൃഷ്ണവേണി. ഏതാ ഡിപ്പാർട്ട്മെന്റ്? BA മലയാളം. ആഹാ, എങ്കിലേ ഒരു കവിത ചൊല്ല്. എനിക്കറിയില്ല. ഷടാ, അങ്ങനെ പറഞ്ഞ ഒക്കുകയല്ലോ. ഏതു, നീ ഒരു കവിത അങ്ങോട്ട് ചൊല്ലിക്കൊടുക്ക്. നമ്മുടെ രേണിക്ക് ചേറ്റ് ചൊല്ലട്ടെ. പൊട്ട, MSc മാത്സ് പഠിക്കണേ, എനിക്ക് എങ്ങനെയാടാ കവിത അറിയാവുന്നത്? ഓ ശരി ശരി. ആരും ഇല്ലേടാ നമ്മുടെ കൂട്ടത്തിൽ ഒരു കലാവാസന ഉള്ളവൻ? ഇല്ലടാ. കൃഷ്ണ പിടിക്കോ? അങ്ങനെ പോകാൻ വരട്ടെ. ഒരു കവിതയോ കഥയോ പ്രസംഗമോ എന്തേലും പറഞ്ഞിട്ട് രേണിക്കൊച്ച് പോയാ മതി. ആ ചേട്ടൻ ഈ പറഞ്ഞ എന്തേലും ചെയ്താ ഞാനും ചെയ്യാം. ഞാനോ? ഒന്ന് പോയ കൊച്ചേ. അതെ, ഞങ്ങളാ സീനിയേഴ്സ്, മോളല്ല. നീ പോകരുത്, ഇവിടെ നിന്നോളാം. ഹലോ ഹലോ, ഇങ്ങോട്ട് വാ. എന്താന്നോ? ജൂനിയർ അല്ലേ? അതെ, അതിന്. ആഹാ, ബഹുമാനം തീരെ ഇല്ലല്ലോ മോളെ നിനക്ക്. ബഹുമാനം തരാൻ നിങ്ങൾ ഈ കോളേജിലെ പ്രിൻസിപ്പൽ ആണോ അതോ ടീച്ചേഴ്സ് ആണോ? ഇതിൽ രണ്ടും അല്ല, സീനിയേഴ്സ് ആണ്. അപ്പോൾ കുറച്ചൊക്കെ റെസ്പെക്ട് ആകാം. എനിക്ക് അങ്ങനെ റെസ്പെക്ട് തരാൻ മനസ്സില്ല. നിക്കടി, ഞങ്ങൾ പറയുന്നത് പോലെ ചെയ്തിട്ട് നീ അങ്ങോട്ട് പോയാ മതി. ഡാ വിശാലെ, വാ. ഞാനല്ല, യു ഗൈസ് ക്യാരി ഓൺ. ഞാനിവിടെ ഇരുന്ന് എൻജോയ് ചെയ്തോളാം. ഓക്കെ? എന്താടി ഉണ്ട കണ്ണി നോക്കുന്നത്? ഞാൻ പൊയ്ക്കോട്ടെ? ഫസ്റ്റ് ബെൽ അടിച്ചില്ലല്ലോ, അടിക്കുമ്പോ പൊയ്ക്കോ. ആ.
നിന്റെ കയ്യിൽ ഫോണുണ്ടോ? ഉണ്ട്. എന്തിനാ? എങ്കിൽ വീഡിയോ ഓൺ ആക്കി ഇപ്പോൾ നടക്കാൻ പോണതൊക്കെ ഷൂട്ട് ചെയ്തു. ദാ ഇവളുടെ അടുത്ത് വന്ന് നിൽക്ക്. കിസ് ഹിം. ഇല്ലെങ്കിൽ ചെയ്യടി പുല്ലേ. ഇയാളെ പറ്റിയോ? നീ അങ്ങനെ പോകില്ല. കിസ് ചെയ്യടി അവനെ. അയ്യോ പാവം കുട്ടി. യദുയേട്ടാ, ഇങ്ങനെ മരവാഴ പോലെ നിൽക്കാതെ പറഞ്ഞു വിടാ കുട്ടിയെ. ജാക്സ യദു നോ ഡി പറഞ്ഞതുപോലെ ചെയ്യാൻ സൗകര്യമില്ല. താൻ എന്ത് ചെയ്യും? ഡി ഡാ ചേട്ടാ, വീഡിയോ നന്നായി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി എന്താ ചെയ്യണ്ടേ? കോളേജ് ഗ്രൂപ്പിലിടണോ? ഡി കാസിപ്പൊടി. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വിട്ടേക്കാൻ. ഇനി കോളേജിൽ ആരെങ്കിലും കാണാൻ ബാക്കിയുണ്ടോ എന്തോ. അവളെ ഞാൻ വെറുതെ വിടില്ല. വിശാലെ, അവളിപ്പോ എന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തതുപോലെ എനിക്ക് അവളോട് ചെയ്യണം. അത് വേണോ? കണ്ടില്ലെന്ന് നടിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. നീ ഇനി അത് വഷളാക്കണ്ട. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. സംഭവിച്ചത് എനിക്കല്ലേ. കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. ഇന്നനായിട്ട് എല്ലാരും ക്ലബിലേക്ക് വാ. ആ ചെല്ല് ചെല്ല്. 2 എണ്ണം അടിക്കുമ്പോൾ ഇന്നത്തെ എല്ലാം മറന്നോളും. അങ്ങനെ മറക്കില്ല ഞാൻ. അവൾക്കിട്ട് പണിയാനാ ഞാൻ ഇന്ന് വരാൻ പറഞ്ഞു. നിങ്ങള് ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ തന്നെ എന്ന് കരുതി ആ പൊട്ടൻ പറയണത് അതേപോലെ കേട്ടാ കൊച്ചിന് നേരെ തിരിഞ്ഞേക്കില്ലേ. ഹായ്, ഞാൻ ഇയാളുടെ റൂംമേറ്റ്. ഹായ്. ഞാൻ രാവിലെ കണ്ടിരുന്നു. ആ അടി നടക്കുന്നിടത്ത് ഞാനും ഉണ്ടായിരുന്നു. കണ്ടോ, ഞാനും ഷൂട്ട് ചെയ്തേ. ഇതെന്താ ഒന്നും മിണ്ടാത്തെ? ഞാനിങ്ങനെ കളവിൽ സംസാരിക്കുന്ന കൂട്ടത്തിലല്ല. ഞാനും അല്ല. പിന്നെ നമ്മളൊരു റൂമിലല്ലേ ഇനി 3 വർഷം. അതുകൊണ്ട് ഞാൻ സംസാരിച്ചത്. അയാളുടെ പേരെന്താ? ഭവിക. ഞാൻ കൃഷ്ണവേണി. ഭവികയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അനിയത്തി. അമ്മ അറിഞ്ഞാൽ പോരാ കൃഷ്ണയ്ക്ക്. ഐ ആം യുവർ ഫ്രണ്ട്, യു ആർ മൈ ഫ്രണ്ട്. ദാറ്റ്സ് എനഫ് റൈറ്റ്? മതി. ചിരിച്ചു. എടാ വിശാലെ, അവളെന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നാണം കെടുത്തി. ഇനി ഞാൻ എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും? നീ മുഖത്ത് നോക്കണ്ട, തല കൊനിച്ച് നടന്നു. എന്റെ തല കൊനിച്ച് നടക്കേണ്ട അവസ്ഥയിലൊക്കെ അവളെ ഉണ്ടല്ലോ ഞാൻ. നീ ഒരു ചുക്കും ചെയ്യില്ല. നിന്നെ കൊണ്ട് അതിന് പറ്റില്ല. എനിക്ക് പറ്റില്ലെങ്കിൽ എന്നോട് ചെയ്തതിന് പകരം വീട്ടാൻ എൻ്റെ ഫ്രണ്ട് വിശാലുണ്ട്. നീ ചെയ്ത് കൂട്ടുന്ന തെമ്മാടത്തരം ന്യായീകരിക്കാനല്ലേ വിശാൽ ഇരിക്കുന്നത്? ഒന്ന് പോയേടാ. ഡാ, നീ എനിക്ക് വേണ്ടി പകരം ചോദിക്കില്ലേ? പറയൂ. നിനക്ക് സമ്മതമാണെങ്കിൽ ഒരു സോറിയിൽ ഒതുക്കായല്ല. പോരാ, എല്ലാവരുടെ മുന്നിൽ അവളും തല കുനിച്ച് നിൽക്കണം. പിന്നെ മറ്റേ പെണ്ണിന്റെ കയ്യിൽ അവൾ നിന്നെ അടിക്കുന്ന വീഡിയോ ഉണ്ട്. അവള് വല്ല കോളേജ് ഗ്രൂപ്പിലിട്ടാൽ നീ മൊത്തത്തിൽ നാറും. എന്ത് നടന്നാലും അത് വീഡിയോ ആക്കുന്ന സ്വഭാവം നീ ഒന്ന് നിർത്ത്. അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കും. അത് ഞാൻ നാളെ അവളെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചോളാം. ദി പെണ്ണേ. എന്നെയാണോ? അതെ, ഇങ്ങോട്ട് വന്നേ. എന്താ? നിന്റെ ഫോൺ ഇങ്ങത്താ. ഞാൻ തരില്ല. കൊടുക്ക്. ഇന്നലത്തെ വീഡിയോ ഡിലീറ്റ് ആക്കാൻ വേണ്ടി. നീ ഇത് ഏതെങ്കിലും ഗ്രൂപ്പിലിട്ടോ? ഇല്ല. ഇനി പറ്റൂ. എന്താ?
എന്താണെന്ന്. ഒന്നുമല്ല. പിന്നെ എന്തിനാ ഇയാൾ എന്നെ നോക്കിയിരിക്കുന്നത്? ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ടല്ലേ നോക്കുന്നത്. പക്ഷെ ഇയാൾ നോക്കുന്നത് എന്നെയല്ലേ? പിന്നെ കാണാം. ഹലോ, ഞാൻ എവിടെയൊക്കെ നോക്കിയെന്നറിയാമോ? എന്താ വായിക്കുന്നത്? കണ്ടൂടെ എന്താ വായിക്കുന്നതെന്ന്? ഇവനിതെന്താ വെറുതെ ആ കൊച്ചിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നു? ആ, മോനെ വിശാലെ, എനിക്കറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, നീ എന്തിനാ ആ കൊച്ചിനെ ഇങ്ങനെ ശല്യം ചെയ്യുന്നേ? അതോ, എനിക്ക് ആദ്യം കണ്ടപ്പോഴേ അവളെ ഇഷ്ടപ്പെട്ടു. എന്ത് ലവാ? ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും. ട്രൂ ലവ് ആണോടാ, അതോ ആ പൊട്ടം പറഞ്ഞിട്ടാണോ? ഞാൻ അങ്ങനെ ആരും ചതിക്കില്ല. അത് ഈ വിശാലിനെ അറിയത്തുമില്ല. അങ്ങനെയാണ് നിങ്ങൾ സെറ്റാകാൻ ഞാനും ഇവനും കൂടെ കാണും. ഞാനും. നിനക്ക് എന്താടി ക്ലാസ് ഇല്ലേ? ഇന്ന് ഫ്രൈഡേ അല്ലേ? നീ അവർ ക്ലാസ് ഇല്ലല്ലോ. അത് നേരാണല്ലോ. പിന്നീട് അങ്ങോട്ട് ഭുവീനെ വളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു വിശാല്. കൂടെ കട്ടയ്ക്ക് 3 എണ്ണവും ഉണ്ട്. ഹലോ, ഒറ്റയ്ക്കാണോ? കൃഷ്ണ എവിടെ? കൃഷ്ണ അവരുടെ ക്ലാസ്സിൽ കാണും. എന്നെ എന്തിനെങ്ങനെ നോക്കിയിരിക്കുന്നത്? ഭംഗിയുള്ളതെല്ലാം ആസ്വദിക്കാനുള്ളതല്ലേ ഭൂവി. ഞാൻ ലൈബ്രറിയിൽ പോയിരുന്നു, അവിടെ കണ്ടില്ല. അപ്പോൾ കൃഷ്ണയാ പറഞ്ഞത് ഇവിടെ കാണുമെന്ന്. എന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? കാണാൻ, സംസാരിക്കാൻ. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും. സംസാരിക്കണ്ട, എനിക്ക് കാണുമെങ്കിലും ചെയ്യാലോ. എന്ത് കഷ്ടമായത്. എന്താ ഇയാളുടെ ഉദ്ദേശം? ഉദ്ദേശം നല്ലത് തന്നെ. എനിക്ക് തന്നോട് ഇഷ്ടമുള്ളതുപോലെ തനിക്ക് എന്നോട് ഇഷ്ടം തോന്നണം. അതിന് ഇയാള് കഷ്ടപ്പെടൊന്നും വേണ്ട. എനിക്ക് ഇയാളോട് അങ്ങനത്തെ ഒരു ഫീലിങ്സും തോന്നാൻ പോകുന്നില്ല. നമുക്ക് നോക്കാം. നാളെ ഇതേ സമയം ലൈബ്രറിയിൽ വെച്ച് കാണാം. എന്താ വിചാരിക്കുന്നേ? ഒന്നുമല്ല. പിന്നെ എന്താ ഉണ്ട്? നീ പറയണ്ട, ഞാൻ കണ്ടുപിടിച്ചോളാം. ഇതെന്താ വരാത്തെ? വരാന്ന് പറഞ്ഞിട്ട്. ഹലോ, ആരെങ്കിലും കാത്തിരിക്കുവാണോ? ഞാനോ? അല്ല, എന്താ? കണ്ടപ്പോൾ ആരെയോ നോക്കിയിരിക്കുകയാണെന്ന് തോന്നി. വിശാല് വിളിച്ചിരുന്നോ യദു നിന്നെ? ആ, എന്നെ വിളിച്ചിരുന്നു. അവരെന്താ ആവശ്യത്തിന് നാട്ടിലേക്ക് പോയിരിക്കുമോ? ആരോടും പറയാൻ സമയം കിട്ടിയില്ല അത്ര. ഓ ആണോ? ഞാൻ ക്ലാസ്സിലേക്ക് പോകുക, പിന്നെ കാണാം. ആ ശരി. ഭുവി കിട്ടിയോ? ഇല്ല. ചേട്ടൻ എന്തേ കാണിക്കുന്നേ? വിശാല് ഭൂവികയുടെ അടുത്ത് പോയിട്ടുണ്ട്. നീ അവർക്ക് കുറച്ച് പ്രൈവസി കൊടുക്ക്. ആ ഓക്കെ. എന്നെ മിസ് ചെയ്തോ? നോ. ഒട്ടും മിസ് ചെയ്തില്ലേ? അന്ന് എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? ഇല്ല. കള്ളം. കള്ളമല്ല, ഞാൻ ആർക്കും വേണ്ടി കാത്തിരുന്നില്ല. അങ്ങനെയാണോ?
എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് നിനക്കും നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കും അറിയാം. ഞാനതിന് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലല്ലോ. എന്നെ കാണാതിരുന്ന് കണ്ടപ്പോൾ നിന്റെ മുഖത്തുണ്ടായ ഈ ഭാവ വ്യത്യാസം മതി എനിക്ക് നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കാൻ. അവര് പടന്തെടുക്കുമായിരിക്കും. അവര് കിസ് അടിക്കുമായിരിക്കും. കവളിലായിരിക്കും അല്ലേ? അവളുടെ സ്വഭാവം അനുസരിച്ച് ഫ്രഞ്ച് ആയിരിക്കും. വിശാലെ, നീ അവളും തമ്മിൽ എന്താ? ലവ്? ഷീസ് മൈ ഗേൾ ഫ്രണ്ട് നോ. എന്നിട്ട് നീ എന്താ ഈ കാര്യം എന്നോട് പറയാതിരുന്നത്? ഇത് മിക്കവർക്കും അറിയാമല്ലോ. ഞാൻ ഓർത്ത് നീ അറിഞ്ഞു കാണുമെന്ന്. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് വേണം ഞാൻ അറിയാൻ. ഓ സോറിടാ, നിന്നോട് പറഞ്ഞാൽ നീ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ലല്ലോ. അതല്ലേ, നീ പഴയതൊക്കെ മറന്നേക്ക്. ഭുവിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. നീയും ദേഷ്യം വെച്ചോണ്ട് നടക്കണ്ട. വിശ, നമുക്കെന്നാ ഒരു ചെറിയ സെലിബ്രേഷൻ വെക്കാം. നിങ്ങൾ സെറ്റായതിൻ്റെ. എൻ്റെ വക ആയിക്കോട്ടെ. അന്ന് നടന്നതിന് എനിക്ക് നിന്റെ ഭൂവികയോട് മാപ്പും പറയണം. ഓക്കെ. ഹായ്. അന്ന് നടന്നത് അതിൻ്റെ ഒരു സെൻസിലെടുത്താൽ മതി. ഞാനത് കാര്യമാക്കി എടുത്തിട്ടില്ല. അത് അന്ന് തന്നെ അവസാനിച്ചതല്ലേ. ഇറ്റ്സ് ഓക്കെ. മാപ്പ് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ വായോ. വാ. ഭുവി, ഞാൻ ഈ ആഴ്ച നാട്ടിലേക്ക് പോകുക. വേണ്ട. ജസ്റ്റ് വൺ കിസ്. ഭുവിക, വിശാൽ വന്നില്ലല്ലേ? ഇല്ല, നാളെ വരുമായിരിക്കാം. നീ എന്താടി വിചാരിച്ചേക്കുന്നേ? അവന് നിന്നോട് അഗാധമായ പ്രണയമാണെന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ അവൻ എന്നോട് ഈ വീഡിയോ എടുക്കാൻ പറയില്ലായിരുന്നു. അവൻ എനിക്ക് വേണ്ടി നിന്നോട് റിവെഞ്ച് എടുത്തതാടി. അതെടി, അവൻ എനിക്ക് വേണ്ടി നിന്നോട് റിവെഞ്ച് ചെയ്തതാ. അവൾ എന്തിനാ കരഞ്ഞത്? ചേട്ടൻ എന്താ അവളോട് പറഞ്ഞേ? ഞാൻ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തു. അന്ന് പോയ ഭുവിയെ ഇപ്പഴാ കാണുന്നത്. വിശാലിനെ ഇപ്പഴാ കാണുന്നത്. എന്തായാലും രണ്ടിന്റെ മാരേജ് കഴിഞ്ഞല്ലോ. അപ്പോൾ ജാക്സണോ? അവൻ അവന്റെ അപ്പന്റെ കൂടെ ലണ്ടനിലേക്കും പോയി. വർഷങ്ങൾക്ക് മുന്നേയുള്ള അതേ സ്മെല്ല് ഇപ്പോഴും നിന്നെ. മാറി നിൽക്ക്. ഓക്കെ ഓക്കെ, വേഗം റെഡിയാകുക. അവര് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും.
ഭുവി, ഇത്രയും നാളായിട്ട് നിനക്ക് എന്നെ ഒന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ. നിങ്ങളൊക്കെ വീണ്ടും കാണാൻ സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നീ പ്രഗ്നന്റ് ആണോ? അതിന്റെ ഉത്തരവാദി ഞാനാ. സീരിയസ്ലി? ഹായ് ലക്ഷ്മി. ഹായ്. ഇതെന്റെ ഹസ്ബൻഡാണ്. ഹായ്, ഐ എം സായി. നിങ്ങൾ ഒരുമിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. ഇതൊരു ഒന്നൊന്നര സർപ്രൈസ് ആയിപ്പോയി. യെസ്, ഭൂവിക പോയതിന് ശേഷം ഇവനെ കുറിച്ച് ഒരു വിവരം ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷമാണ് ഇവനെയും കാണുന്നത്. നിങ്ങളെ രണ്ടിനെയും ഞങ്ങൾ കുറെ അന്വേഷിച്ചു. ഒരു ഇൻഫർമേഷനും ഇല്ല. നീ എങ്ങനെയാണ് പിന്നെ ഭൂവികനെ കണ്ടുപിടിച്ചത്? അത് ഭൂവികയെ അന്വേഷിക്കുന്നതിനിടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാ. പക്ഷേ അന്ന് കണ്ടത് ഭൂവികയായിരുന്നില്ല, ഇവരുടെ ട്വിന്നിനെയാണ്. ഭൂവിയാണെന്ന് കരുതിയ വിവാഹമൊക്കെ ഉറപ്പിച്ചത്. മാരേജിന് 2 ദിവസം മുന്നേ അത് ഭൂവിയല്ലെന്നും ഭൂമിയാണെന്നും മനസ്സിലായത്. ജാക്സൺ വന്ന് ഓരോന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും നാളെ നിങ്ങൾക്ക് വേർപിരിഞ്ഞിരിക്കേണ്ടി വരില്ലായിരുന്നു. ഇത്രയൊന്നും സംഭവിക്കത്തുമില്ലായിരുന്നു. ജാക്സൺ പറഞ്ഞതെല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയല്ലേ? ഇതെന്നാടാ, നിങ്ങളുടെ ഇടയിലെ പ്രശ്നങ്ങളൊന്നും മാറിയില്ലേ? എങ്ങനെ മാറാൻ? ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ അവള്? ഞാനൊന്നും പറയാനും പോയില്ല. ഞങ്ങളത് ശ്രമിക്കാം അല്ല കൃഷ്ണ? ശ്രമിച്ചു നോക്കാം. ഭൂവി, നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? വിശാലേട്ടൻ ആ ജാക്സൺ പറയുന്നത് കേട്ട് ഓരോന്ന് ചെയ്തതാണെന്നോ? അതല്ലേ സത്യം? അത് നീയാണോ തീരുമാനിക്കുന്നത്? ആ മരവാഴ ജാക്സൺ പറയുന്നതൊക്കെ കേട്ട് ഒന്നും കേൾക്കാനും പറയാനും നിൽക്കാതെ പോയ നീ മരമണ്ടി. എന്റെ അപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്ക്. അപ്പോൾ മനസ്സിലാകും ഞാനന്ന് ഏത് മാനസികാവസ്ഥയിലൂടെയാണ് കടന്നു പോയതെന്ന്. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ഇനി മുന്നോട്ടുള്ളത് കൂടി ആലോചിക്കൂ. അത് ആലോചിക്കുമ്പോൾ എനിക്ക് എന്റെ സമതല തെറ്റുന്നത് പോലെ. സമതല മണ്ണാങ്കട്ട എന്റെ ലക്ഷ്മി ചേച്ചി. ഞാൻ പോകുക. ഈ പൊട്ടി പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാനില്ല. കൃഷ്ണ, കാം ഡൗൺ. നമ്മൾ പറഞ്ഞു തുടങ്ങിയതല്ലേ ഉള്ളൂ. ഞങ്ങളുടെ വിശാലിന്റെ കയ്യിൽ ഭൂവികയെ തെളിയിക്കാൻ പാകത്തിന് ഒരു തെളിവുമില്ല. ഇനി തെളിവ് വേണമെങ്കിൽ തന്നെ വിശാലിന്റെ കയ്യിൽ നിന്ന് വേണ്ടത് കിട്ടിയപ്പോൾ മുതൽ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായി ജീവിക്കുന്ന ജാക്സനെ സമീപിക്കേണ്ടി വരും. എനിക്ക് തെളിവുകളൊന്നും വേണ്ട. പഴയതുപോലെ ഒരു ഇഷ്ടം തോന്നാൻ എനിക്ക് എന്തായാലും സമയമെടുക്കും. ഒരവസരത്തിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളല്ലേ, അയാളെ വേണ്ട എന്ന് വെക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മതി, അത് മാത്രം കേട്ടാ മതി. ഞാൻ ശ്രമിക്കുമെടാ, ഞാൻ ശ്രമിക്കും. എന്റെ ട്രൈ നീ ഇനിയും വീഴുമോളെ. ആർ യു ഷുവർ? 100%. ആരാ? സൂര്യ. ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ വന്നതാ. ഈ കുഞ്ഞിനെയും കൊണ്ടോ? അയ്യോ, ഇതാണ് പ്രൊഡക്റ്റ്. പേര് ചന്ദ്രിക. 6 മാസം പ്രായം. യാതൊരു തര കുരുത്തക്കേടുകളോ കരച്ചിലോ ഒന്നും തന്നെയില്ല. നല്ല കുട്ടിയാ. എക്സാക്റ്റ് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ മകൾ ഭൂമിയെ പോലെ തന്നെ. പിന്നെ ഈ പ്രൊഡക്റ്റിന്റെ സവിശേഷതകളെ കുറിച്ച് പറയുവാണെങ്കിൽ ഏത് നേരം ഉറക്കമാണ്. പിന്നെ കുഴിമടിയെത്തി. പക്ഷേ നിങ്ങളുടെ മകളെ പോലെ തന്നെ സ്വീറ്റ് ആൻഡ് ലവ്ലിയാണ്. പ്രൊഡക്റ്റ് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് അകത്തേക്ക് വരാമായിരുന്നു. പ്രൊഡക്റ്റ് ഞങ്ങൾ ഇരു കൈയോടും കൂടി സ്വീകരിച്ചോളാം. പക്ഷെ നിങ്ങൾ ഇവിടെ നിന്നാ മതി. അച്ഛാ, ബ്രോ, ഭൂവി, ശരി വാടി. ബ്രോ നേരത്തെ സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഞാനോ പ്രൊഫസറാ.